अस्माकं तु विशिष्टाये तान् निबोध निजोत्तम नायका मम സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഒരു ഭാഗത്തെ സൈന്യങ്ങളുടെ കണക്കെടുത്തു. മഹാരഥന്മാരാരൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. അസ്മാകം തു വിശിഷ്ടായേ. ഇനി നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാരോ? അസ്മാകം തു വിശിഷ്ടായേ, നമ്മുടെ ഭാഗത്ത് വിശിഷ്ടന്മാരായിട്ട് ആരൊക്കെയാണോ താൻ നിബോധ ദ്വിജോത്തമ, അതിനെ പറഞ്ഞു തന്നാലും അല്ലയോ ദ്വിജോത്തമ ബ്രാഹ്മണശ്രേഷ്ഠ എന്നായിട്ട് ദ്രോണാചാര്യോട് പറയാണ്. നായക മമ സൈന്യസ്യ, എന്റെ സൈന്യത്തെ നയിക്കുന്നതായിട്ടുള്ള അങ്ങ് സംജ്ഞാർത്ഥം തൻ ബ്രവീമിതേ. ആരൊക്കെയാണ് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന മഹാരഥന്മാര് എന്റെ പക്ഷത്തുള്ളത് എന്ന് പറഞ്ഞു തരാനായിട്ട് ദുര്യോധനൻ പറയുന്നു ദ്രോണന്റെ അടുത്ത്. നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഓ, എവിടേക്കാണ് അത് കൊണ്ടുപോയി എത്തിക്കുന്ന അവസാനം? അങ്ങനെ കൊണ്ടുപോയിട്ട് ഈ യുദ്ധം അതൊക്കെ അതിന്റെ വേദി മാത്രമാണ്. തത്വമസ്യാദികളായിരിക്കുന്ന വാക്യങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന തത്വത്തിനെയും ഉപദേശിക്കാനുള്ള വഴി. തത്വമസി എന്നുള്ള ഛാന്ദോഗ്യ ഉപനിഷത്തിലെ സാമവേദത്തിന്റെ പൊരുള് തത്വം അസി, തത്ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നതായ ഈശ്വരനും ത്വംപദത്തെ കൊണ്ട് ബോധിപ്പിക്കുന്നതായ ജീവനും, ആ ജീവേശ്വര സംയോഗത്തിനെയാണ് ഇവിടെ ഭഗവാൻ അർജുനന് ഉത്ബോധിപ്പിക്കുന്നത്. ആദ്യത്തെ 6 അധ്യായങ്ങളെ കൊണ്ട് ത്വംപദമായിരിക്കുന്ന ജീവനെയും പിന്നത്തെ 6 അധ്യായങ്ങളെ കൊണ്ട് തത്പദമായിരിക്കുന്ന ഈശ്വരനെയും അതിൽ നിന്നുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള 6 അധ്യായങ്ങള് അസിപദത്തെക്കുള്ളൂ. അതാണ് ഇവിടെ പ്രകൃതം. ഛാന്ദോഗ്യ ഉപനിഷത്തില് ഒരു ഭാഗമുണ്ട്. ഉദ്വാലകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനായിരിക്കുന്ന ഒരു വ്യക്തി, ആ ഉദ്വാലകൻ തന്റെ മകനെ ശ്വേതകേതുവിനെ 12-ാം വയസ്സില്, ശ്വേതകേതുവിന്റെ 12-ാം വയസ്സില് ശ്വേതകേതുവിനെ അയക്കുകയാണ് ഗുരുസമക്ഷത്തിലേക്ക് വിദ്യാഭ്യസിക്കാൻ വേണ്ടി. ബ്രഹ്മചര്യ ദീക്ഷയായിട്ട് അയക്കുകയാണ്. 24 വയസ്സ് കഴിഞ്ഞിട്ട് 12 കൊല്ലത്തെ വിദ്യാഭ്യാസം, ഒരു വ്യാഴവട്ടക്കാലം. ഒരു വ്യാഴവട്ടമാണ് ഇതിൻ്റെയൊക്കെ കാലം സാമാന്യമായിട്ട്. ഏത് വിദ്യയും ഹൃദിസ്ഥമാവണമെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം അധ്വാനിക്കണം. 12 കൊല്ലാണ് ഒരു വ്യാഴവട്ടം. അതായത് ഒരു തവണ വ്യാഴത്തിന് സൂര്യനെ പ്രദക്ഷിണം ചെയ്ത് വെച്ച് വരേണ്ടതായിട്ടുള്ള സമയം, അതാണ് ഒരു വ്യാഴവട്ടക്കാലം. 12 കൊല്ലം. അതിന് എത്ര പണ്ഡിതനായാലും ബുദ്ധിമാനായാലും ആ വിഷയം ഉറയ്ക്കണമെങ്കിൽ ആ കാലം ആവശ്യമാണ്. കാലം വളരെ പ്രധാനമാണ്. അങ്ങനെ ആ 24 വയസ്സാവുമ്പോൾ തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് നീ പഠിച്ചു ഈ 12 വർഷക്കാലം? പഠിച്ച വിഷയങ്ങളൊക്കെ ശ്വേതകേതു പറഞ്ഞു. എന്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നു, എന്തിനെ അറിഞ്ഞ് എല്ലാം അറിയുന്നു, ആ വിഷയത്തിന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാണ് ഉദ്ധാരകൻ. ശ്വേതകേതു പറഞ്ഞു, അങ്ങനൊന്നും എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല, എനിക്കതിനെ പറ്റി അറിയില്ല. എന്നിട്ട് ഉദ്ധാരകൻ ശ്വേതകേതുവിന് ഉപദേശിക്കുകയാണ്, ഉദ്ഘോഷിക്കുകയാണ് കൈ ഉയർത്തിക്കൊണ്ട്, തത്വമസി ശ്വേതകേതോ, തത്വമസി ശ്വേതകേതോ, തത്വമസി ശ്വേതകേതോ. അല്ലയോ ശ്വേതകേതു, എന്താണ് അറിയേണ്ടത്? തത്വമസി എന്നുള്ള മഹാവാക്യത്തിനാണ്. ആ ഈശ്വര ജീവബ്രഹ്മ ഐക്യം അതറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെല്ലാമായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ആ ഒരൊറ്റ കാര്യത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് അന്തർലീനമാണ് ബാക്കിയുള്ള എല്ലാ അറിവുകളും. എല്ലാം തത്വമസിയിൽ അന്തർലീനമാണ്. അല്ലയോ ശ്വേതകേതോ, തത്വമസി ശ്വേതകേതോ, അല്ലയോ ശ്വേതകേതു, തത്വമസി 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 എന്ന് 3 തവണ ഉദ്ഘോഷിക്കുകയാണ്. അതോടുകൂടിയിട്ട് ശ്വേതകേതുവിന്റെ അജ്ഞാനെല്ലാം നീങ്ങി ശ്വേതകേതു ആ
സാക്ഷാത്കാരം ആ പരമ്പരയിൽ മനസ്സിലായി. ഒരു ഭാഗമുണ്ട്. ആ തത്വമസി എന്നുള്ളതാണ് അവർ ഉദ്ഘോഷിക്കുന്ന ഭഗവാൻ. എന്തിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുവോ? അത് ആ 700 ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നവിടെ അതിലേക്കുള്ള യാത്ര, പ്രയാണം, കൊണ്ടുപോകലാണ് ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ. ഒരു നിമിത്തമാണ് എല്ലാറ്റിനും. ഒരു നിമിത്തം കാര്യങ്ങൾ നടക്കില്ല. ഒന്നതിനോട് ആശ്രയിച്ചിരിക്കുന്നതാണ്. അതാണ് നിമിത്തം. ഹേതു വേണം. അപ്പൊ എന്താണ് ശ്വേതഗീതയോട് പറയുന്നത്? എങ്ങനെയാണ് അതിനെ അറിയുന്നത്? അദ്ദേഹം ഒരു ഉദാഹരണത്തോടു കൂടി പറയാണ്. ഉദാഹരകൻ ശ്വേതഗീതവിനോട് കാരണം വിനാ കാര്യം, കാരണമില്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം. കാരണമില്ലാണ്ട് കാര്യമില്ല. അച്ഛനില്ലാതെ മകൻ ഉണ്ടാവില്ല. മകൻ കാര്യമാണെങ്കിൽ അച്ഛൻ കാരണമാണ്. വിത്ത് ഇല്ലാതെ വൃക്ഷം ഉണ്ടാവില്ല. വിത്ത് എന്നുള്ളത് കാരണമാണ് വൃക്ഷത്തിനെ കുറിച്ച്. വൃക്ഷം ഉണ്ടെങ്കിൽ അതിനൊരു കാരണമായിട്ട് വിത്ത് ഉണ്ടാവും. എല്ലാറ്റിനും കാരണങ്ങളുണ്ട്. കാരണം വിനാ കാര്യം. നമ്മൾ ഒരു വസ്തുവിനെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു കുടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുടത്തിന് കൊടുക്കുന്ന പേര് നാമരൂപങ്ങൾ മാത്രമാണത്. നമ്മൾ കുടം അതിന് പേര് പറയും. അതിനൊരു കഴുത്തുണ്ട്, ഒരു വയറുണ്ട്, ഒരു പള്ളയുണ്ട്, ഒരു കഴുത്തുണ്ട്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയുള്ള സാധനം ഉരുണ്ടിരിക്കും. അപ്പൊ നമ്മളതിന് പേര് പറയും, കുടം എന്ന പേര് പറയും. അതുമാതിരി സ്വർണം കൊണ്ട് കുണ്ടലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വള ഉണ്ടാക്കുന്നുണ്ട്, മാല ഉണ്ടാക്കി ധരിക്കുന്നുണ്ട്, നെക്ലസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളതിന് ഓരോ പേരാ കൊടുക്കുക. കയ്യുമ്പിലിടുമ്പോൾ അതിന് ഓല എന്ന് പറയും, കഴുത്തിലിടുമ്പോൾ മാല എന്ന് പറയും, അരഞ്ഞാണം ആയിട്ട് അരഞ്ഞാണം എന്ന് പറയും, കാതിലാവുമ്പോൾ വേറൊരു പേരാ. ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരാ. മൂക്കിലിടുമ്പോൾ മൂക്കുത്തി. നാമരൂപങ്ങൾക്കേ മാറ്റുള്ളൂ. സത്യാവസ്ഥ എന്താണ്? സ്വർണ്ണം. ആ സ്വർണ്ണം ഒരുക്കി ഏത് രൂപത്തിൽ വേണമെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സ്വർണ്ണം എന്നല്ല അതിനെ വിളിക്കുക നമ്മൾ. അതുപോലെ കുടത്തെ മണ്ണ് എന്ന് വിളിക്കാറില്ല. കുടത്തിനെ കുടം എന്നാണ് പറയുക. അതിന്റെ ഒന്നുകൂടി വായ വട്ടം കൂട്ടി അതിന് കലന്ന് പേര് പറയും. അല്ലേ? വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരിലാണ് പറയാ. പക്ഷെ എന്താണ് സത്യം? വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേറ്റേവ സത്യം. മൃത്തിക മണ്ണാണ് എന്നുള്ളതാണ് സത്യം. ആ സത്യത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ അതിന് കൊടുത്തോളൂ. അത് ചരാത് എന്ന് പറഞ്ഞാലും വേണ്ടില്ല, കുടന്ന് പറഞ്ഞാലും വേണ്ടില്ല, കുണ്ടലെന്ന് പറഞ്ഞാലും വേണ്ടില്ല, കടകെന്ന് പറഞ്ഞാലും വേണ്ടില്ല. എന്ത് പേരിൽ പറഞ്ഞാലും സത്യാവസ്ഥ എന്താണ്? സ്വർണം സ്വർണ്ണമാണ്, മണ്ണ് മണ്ണാണ്, കുടന്ന് പറഞ്ഞാൽ മണ്ണാണെന്ന് മനസ്സിലാക്കിയാൽ മതിയോ? വളരെ നല്ല ഉദാഹരണം, വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന. അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, വിഭിന്ന നാമരൂപങ്ങളോടുകൂടിയ പ്രപഞ്ചത്തിന്റെ സത്യം ഈശ്വരനാണ്. മറ്റേത് കഴിഞ്ഞു പോകുന്നതാണ്. ഈശ്വരന് നാശില്ല. ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം ഈശ്വരനല്ല, മാറ്റം ഈശ്വരനല്ലാത്ത ഭാവങ്ങൾക്കാണ് മനസ്സിലാക്കുക. അതാണ് അതിന്റെ പരമ്പര. അസ്മാകന്തു വിശിഷ്ടായേ താൻ നിരോധരിചോത്തമ നായകാമ സൈന്യസ്യ സജ്ഞാർത്ഥം തൻ ബ്രവീമിതേ. പറയണ ദുര്യോധനൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാവികർണശ്ച സൗമദത്തിർജയദ്രഥ. ഭവാൻ അങ്ങുണ്ടല്ലോ. ആദ്യം തന്നെ ദ്രോണാചാര്യന്റെ പേരാണ് എന്ന് പറയുന്നത്. ഭവാൻ എന്നുള്ളത് ദ്രോണാചാര്യരെ യോജിപ്പിക്കുന്നതാണ്. ഭീഷ്മശ്ച കർണശ്ച, ഭീഷ്മപിതാമൻ. അദ്ദേഹത്തിന് അറിയാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിതാമഹനാണ്, മുത്തശ്ശനാണ്. ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് അറിയാം. ഹസ്തിനപുരത്തിൽ ആരാണോ രാജാവായിരിക്കുന്നത് അവരുടെ കൂടെയാണ് ഭീഷ്മൻ. അങ്ങനെ ഭീഷ്മൻ ഒരു ശപഥം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുര്യോധന പക്ഷത്ത് നിന്ന് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. ഭീഷ്മപിതാമഹൻ. കർണശ്ച, കർണൻ. കുന്തിപുത്രനാണ് കർണൻ. കുന്തിപുത്രന്മാര് പാണ്ഡവന്മാർ 5 പേരുണ്ട്. അതിന് പുറമെ കർണൻ. നടേ പറയണ്ടായി, പാണ്ഡുവിന് ഭാര്യ തുടരുത് എന്നുള്ളൊരു ശാപം മഹർഷിയുടെ ശാപമാണ്. 2 മാൻപേടകള് ക്രീഡിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൊരു മാൻപേട അദ്ദേഹം അസ്ത്രം ചെയ്ത് കൊല്ലുകയാണ്. കൊന്നപ്പോ 2 മാൻപേടകളും അസ്ത്രം ചെയ്ത് കൊന്ന് അവര് മാറി, മഹർഷിമാരായിട്ട് മാറി. ആ മഹർഷിമാര് ശപിക്കുകയാണ്,
ഭാര്യ തൊട്ടാൽ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കൽ മാധ്യയായിട്ട് അദ്ദേഹത്തിന് സംഘം വരുമ്പോഴാണ് അദ്ദേഹം ദേഹത്യാഗം ചെയ്ത് മരിച്ചു പോകുന്നത്. പക്ഷെ കുന്തി ദേവിക്ക് ഒരു വരണ്ട്. ആ വരം എന്താ വെച്ചാൽ ഏത് ദേവി ഈശ്വര പ്രാർത്ഥന ചെയ്തുകൊണ്ട് ആരെപ്പറ്റി വിചാരിക്കുന്നുവോ അവരുടെ മനുഷ്യമായിട്ടുള്ള പുത്രൻ ജനിക്കുന്നവരുണ്ട്. ഇത് വളരെ കുട്ടിയില് ദുർവാസാവിന്റെ ഒരു അനുഗ്രഹമാണ്, ഒരു വരാണ്. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ കുന്തി പരീക്ഷിക്കുകയാണ്. പരീക്ഷിച്ചപ്പോ ദിവ്യഗർഭം ധരിച്ചു. സൂര്യനെ കുറിച്ച് ചിന്തിച്ച് സൂര്യനിൽ നിന്ന് ദിവ്യഗർഭം ധരിച്ചാണ് കർണനെ പ്രസവിക്കുന്നത്. ആ കർണനെ അവര് ഒരു കൊട്ടയിലാക്കിയിട്ട് ഒഴുക്കിവിടുക, ചെറിയ കുട്ടി. ആ കുട്ടി അങ്ങനെ പോയിട്ട് ഒരു കുതിരക്കാരൻ കണ്ടെടുക്കുകയാണ്. ആ കുതിരക്കാരന്റെ ഉത്തരനായിട്ടാണ് പിന്നെ കർണൻ വളരുന്നത്. ആ കർണൻ ശരിക്കും ആരാണ്? കുന്തിപുത്രനാണ്, ക്ഷത്രിയനാണ്, ശൂദ്രനായിട്ടാണ് അദ്ദേഹത്തിനെ കരുതണം. അദ്ദേഹം വളരെ ശാസ്ത്രനിവാദൻ മഹാകേമനായിരുന്നു. പരശുരാമന്റെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. ഇവരോട് വൈരം വരാൻ എന്താ കാരണം വെച്ചാൽ വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞ് കൗരവസഭയിൽ വന്ന് അർജുനനെ യുദ്ധത്തിന് വിളിക്കുകയാണ്. പോരാളിയായിട്ട് അർജുനനെ വിളിച്ചിട്ട് തന്റെ ബലത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ സമ്മതിക്കില്ല, ക്ഷത്രിയനല്ല, അതുകൊണ്ട് പോവാൻ പറഞ്ഞ് ഒഴിവാക്കുക. ആ ഒരു വാശിയാണ് കർണന്റെ ഉള്ളിൽ കിടക്കുന്നത്. കർണന് പരശുരാമൻ വിദ്യ ഉപദേശിച്ചിട്ട് അവിടെ പോയിട്ട് ഇപ്പൊ ക്ഷത്രിയനാന്ന് പറഞ്ഞാൽ പരശുരാമൻ പഠിപ്പിക്കില്ല. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അതിന്റെ കഥ. അദ്ദേഹം ക്ഷത്രിയ വിദ്വേഷിയാണ്. അപ്പൊ ബ്രാഹ്മണനാണോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വിദ്യാഭ്യാസം ചെയ്യാണ് പരശുരാമന്റെ അടുത്ത്. ഒരിക്കൽ പരശുരാമൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ ഉറങ്ങുമ്പോ ഈ കർണന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. ശിഷ്യനാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു വണ്ട് പോലെ എന്തോ ഒരു ജീവി വന്നിട്ട് കാലിന്റെ തൊടണ മുകളില് കർണന്റെ കുത്തി. കർണന്റെ കാലിന്റെ തൊടണ മുകളിൽ നിന്ന് രക്തപ്രവാഹം, നിരന്തരമായിട്ടുള്ള രക്തപ്രവാഹം. ഈ രക്തം പ്രവഹിച്ചു കഴിയുമ്പോൾ കാലെടുക്കാൻ നിവൃത്തില്ല, വേദനിക്കുന്നുണ്ട്. കാരണം ഗുരു തല മടിയിൽ വെച്ച് കിടന്നുറങ്ങുകയാണ്. അനങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഉണരും. അപ്പൊ അദ്ദേഹത്തിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തരുതെന്ന് ഉദ്ദേശിച്ചിട്ട് ഈ കർണൻ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോ ഈ രക്തം പ്രവഹിച്ച് ഈ രക്തം അവസാനം ഇദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഈ പരശുരാമന്റെ മേല് തട്ടി. അപ്പൊ അദ്ദേഹം നിദ്രയിൽ നിന്ന് ഉണരുകയാണ്. ഉണർന്നു കഴിഞ്ഞ് നോക്കുമ്പോ രക്തപ്രവാഹം കണ്ടു. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ എന്തോ ഒന്ന് കുത്തിയതാണ് കാലിന്റെ മുകളിൽ. അപ്പൊ പരശുരാമന് കാര്യം മനസ്സിലായി. ആരാണ് ഈ പറയാൻ സത്യം പറയും? പരശുരാമന്റെ ശോഭം മാറി. അതായത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നിട്ട് അസ്ത്രവിദ്യ അഭ്യസിച്ചത്. ഈ ആരാണെന്ന് പറയാൻ കാരണം ഇത് സഹിക്കാനുള്ള ശക്തി ക്ഷത്രിയന് ഉണ്ടാവുള്ളൂ. ഇത്രയും രക്തപ്രവാഹം ഉണ്ടാവുമ്പോ അത് സഹിക്കാനുള്ള ശക്തി ക്ഷത്രിയന് മാത്രമേ സാധിക്കുള്ളൂ, ബ്രാഹ്മണന് സാധിക്കില്ല. അതുകൊണ്ട് നീ ആരാണെന്ന് പറയാം. അങ്ങനെയാണ് കാര്യം. എന്നിട്ട് ആ കർണനെ അദ്ദേഹം ശപിക്കുന്നുണ്ട്. എന്റെ അസ്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രശക്തികളായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ വേണ്ട സമയത്ത് തോന്നാതിരിക്കട്ടെ എന്ന് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഒക്കെ ഓർമ്മയുണ്ട്. എല്ലാം അറിയാം. യുദ്ധക്കളത്തിൽ വേണ്ട സമയത്ത് വേണ്ടത് തോന്നാണല്ലോ ഒരു കാര്യം. അത് തോന്നാതെ പോട്ടെ എന്നൊരു ശാപമാണ് ഉണ്ടായത്. അദ്ദേഹം നല്ല നാഗാസ്ത്രം വരെ ഉപയോഗിക്കുന്നുണ്ട് അർജുനന്റെ നേരെ. ഒറ്റ വാശിയുള്ളൂ. അങ്ങനെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും കർണനോട്. ആരാണ് നീ? കുന്തിപുത്രനാണ്. അതുകൊണ്ട് നിനക്കെതിരായിട്ട് യുദ്ധം ചെയ്യരുത്, ഇവർക്കെതിരായിട്ട് പാണ്ഡവന്മാർക്കെതിരായിട്ട് യുദ്ധം ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പൊ കർണൻ ഒന്നേ ഉള്ളൂ, ഞാൻ പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യില്ല, ആരെയും കൊല്ലില്ല. അർജുനൻ അതെനിക്കുള്ളതാണ്. അർജുനനോട് മാത്രം യുദ്ധം ചെയ്യും, അർജുനനെ ഞാൻ കൊല്ലും, അർജുനനോട് മാത്രമേ യുദ്ധം ചെയ്യുന്നതായിട്ട്. ആ അർജുനനായിട്ടുള്ള യുദ്ധത്തില് ശരിക്കും അർജുനൻ തോൽക്കേണ്ടതാണ് ഭഗവാൻ ഇല്ലെങ്കിൽ. ഇദ്ദേഹം നാഗാസ്ത്രം പ്രയോഗിക്കും. ആ നാഗാസ്ത്രത്തിന് പ്രയോഗിക്കാൻ അതിന് പ്രതിവിധി ഒന്ന് മാത്രമേ ഉള്ളൂ. പാമ്പിന് ശത്രു ആരാണ്? ഗരുഡൻ. ഗരുഡാസ്ത്രമേ ഉള്ളൂ. അതില്ല അർജുനന്. ആ നാഗാസ്ത്രം പ്രയോഗിച്ചു. ആ നാഗാസ്ത്രം വന്ന് കൊള്ളുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു?
രഥത്തിനെ കൊണ്ടുപോയിട്ട് മണ്ണിലങ്ങ് പൂത്തി. മുൻഭാഗം ഉണ്ട് രഥത്തിന്റെ, അതങ്ങ് താണു. അതുകൊണ്ട് കിരീടം പോയില്ല, നേരെ അസ്ത്രം വ്യർത്ഥായി. അങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഒരു ദൈവമായിട്ടുള്ള കാര്യങ്ങളാണത്. നമ്മൾ വിചാരിക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കുക, ഈശ്വരേച്ഛയിൽ കാര്യങ്ങളിൽ രക്ഷപ്പെടുക, അങ്ങനെയില്ലേ? ആ ഒരു സംഭവമാണത്. അത് താങ്ങുകയാണ്. അവിടെ താങ്ങുക എന്ന് പറയില്ലേ ശരിക്ക്. രഥം താത്തി എന്ന് പറഞ്ഞാൽ ഒക്കെ പോയി എന്ന് വിചാരിച്ച് കണ്ണടച്ച സമയത്ത് അവൻ താങ്ങി. ഒന്നുമില്ലാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒന്ന് അവിടെ താങ്ങി എന്നുള്ള ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ദിവ്യം, ദൈവമായിരിക്കുന്ന അദൃശ്യമായിരിക്കുന്ന ശക്തി. ആ അദൃശ്യമായിരിക്കുന്ന ശക്തി അതാണ് ഈശ്വരൻ. അത് കർണന്റെ അല്ലെങ്കിൽ നല്ല യുദ്ധത്തില് അർജുനന് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതെന്ന് പറയാം. അങ്ങനത്തെ ആണ് ഈ കർണൻ. കൃപശ്ച സമിതിഞ്ജിയ, യുദ്ധവിശാരദനായിരിക്കുന്ന കൃപൻ, കൃപാചാര്യര്. ദ്രോണാചാര്യരെ പത്നി കൃപി. ആ കൃപിയുടെ സഹോദരനാണ് കൃപൻ. ഈ കൃപനാണ് ആദ്യം ഇവരെ അസ്ത്രവിദ്യ പഠിപ്പിച്ചിട്ടുള്ളത്. പാണ്ഡവന്മാരെയും കൗരവന്മാരെയൊക്കെ ദ്രോണാചാര്യർക്ക് മുമ്പ് അസ്ത്രവിദ്യ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് കൃപൻ. ആ കൃപനും സമിതിഞ്ജയ കൃപ. അശ്വത്ഥാമാവ് ദ്രോണാചാര്യരെ പുത്രൻ. അശ്വത്ഥാമ വികർണശ്ച സൗമിതേജയദ്രഥ. അശ്വത്ഥാമാവും വികർണൻ. വികർണൻ എന്ന് പറഞ്ഞാൽ ഈ ദുര്യോധനന്മാരുടെ, അതായത് ഈ കൗരവന്മാരുടെ 100 പേരില് ഒരാളാണ് വികർണൻ. സൗമദത്തി, ശന്തനു മഹാരാജാവിന്റെ ജ്യേഷ്ഠനാണ് സൗമദത്തി. ബാക്ലീയ രാജാവിന്റെ പൗത്രനായിട്ടുള്ള ആള്. ജയദ്രഥ, ദുശ്ശളയുടെ ഭർത്താവ്. ദുര്യോധനന്റെ സഹോദരി ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. ഈ ജയദ്രഥനെ കൊല്ലുക എന്നുള്ളത് അർജുനന്റെ ഒരു വാശിയായിരുന്നു. ജയദ്രഥനെ കൊല്ലണം. ജയദ്രഥൻ അഭിമന്യുവിനെ ചതിച്ചു കൊന്നിട്ടുള്ള ആളാണ്. ആ കൊല്ലാൻ നിമിത്തമായത് ജയദ്രഥനാണ്. ശരകൂടം കെട്ടിയത്, ശരകൂടം അഴിക്കാൻ പറ്റാണ്ട് അഭിമന്യു ക്ലേശിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരോട് അടുക്കാൻ സമ്മതിക്കാതെ തടുത്തു നിർത്തി. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി അഭിമന്യുവിനെ കൊന്നത് ഈ ജയദ്രഥനാണ്. ആ ജയദ്രഥന് ഇദ്ദേഹം ശപഥം ചെയ്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ജയദ്രഥനെ കൊണ്ടുണ്ടാവും. ജയദ്രഥനായിട്ട് യുദ്ധം ഇറങ്ങി. അർജുനൻ ഒരു രക്ഷയില്ല യുദ്ധത്തില്. യുദ്ധം ചെയ്ത് സന്ധ്യയായി, സൂര്യൻ അസ്തമിക്കേണ്ട സമയം വന്നു. ആ സമയത്ത് അവിടെയും ഭഗവാൻ തന്നെയാണ് രക്ഷിച്ചത്. എന്താണ്? ഭഗവാൻ ഒരു ഇരുട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടെ. സൂര്യൻ അസ്തമിച്ചതായിട്ട് തോന്നുന്ന വിധത്തില് ആണ് ഭഗവാൻ ഒരു മറയുണ്ടാക്കിയിട്ട്. അപ്പൊ എന്താണ്? ജയദ്രഥൻ വില്ലങ്ങൾ വെച്ചു, സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങോട്ട് പ്രയോഗിച്ചു അർജുനൻ. അങ്ങനെയാണ് ജയദ്രഥനെ കൊല്ലുന്നത്. ശൂരന്മാരായിട്ടുള്ള വേറെ പല ആൾക്കാരും ഉണ്ട്. എനിക്ക് വേണ്ടി ചിത്തജീവിതന്മാരെ, എനിക്ക് വേണ്ടി ജീവനെ അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള പല യോദ്ധാക്കൾ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥ അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണ സർവേ ശുദ്ധവിശാരദ. നാനാശസ്ത്രപ്രഹരണ, നാനാശസ്ത്രങ്ങളെ പ്രഹരിക്കാൻ സാമർഥ്യമുള്ളവരായിട്ടുള്ള വ്യക്തികള്. മദർത്ഥേ ത്യക്തജീവിതാഃ,